നിങ്ങൾ വഴുതനയൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെങ്കിലേ ഇതുപോലെ ഒരു വട്ടം നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫാനാവും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ടി വരില്ല. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം വഴുതന ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദേ വട്ടത്തിലരിഞ്ഞ വഴുതന നല്ല പോലെ അങ്ങ് പുരട്ടിയെടുക്കുക കേട്ടോ. ഇത് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 10 വറ്റൽമുളകും ഒരു 5 കാന്താരിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് വഴുതന ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നത്. ഇനി ഇതേ ചട്ടിയിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാളയും ഇതിലേക്ക് ഒരു 6 അല്ലി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉപ്പ് ശ്രദ്ധിച്ച് ചേർക്കണം, കാരണം നേരത്തെ നമ്മൾ വഴുതന പൊരിച്ചതിലും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വറ്റൽമുളക് ആദ്യം ഒന്ന് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വാട്ടിയെടുത്ത ആ സവാളയുടെ കൂട്ടും കുറച്ച് പുളിയൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ആ വഴുതന ഉണ്ടല്ലോ, അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കും മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം തന്നെ പോയി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ.